ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ആസ്പിരൻസിന് നമ്മുടെ കുറേ എക്സാംസ് വരുന്നുണ്ട്. ആ വരുന്ന എക്സാംസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സിലബസിൻ്റെ കോമ്പിനേഷനെ കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത മാസങ്ങളിലായിട്ട് നമുക്ക് PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്രോ ഇൻഡസ്ട്രീസ്, അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഉണ്ട്. അതിന്റെ സിലബസ് ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. 8 മൊഡ്യൂളൊക്കെ ഉള്ള എക്സാം ആണ്. 8 മൊഡ്യൂള് അടങ്ങുന്ന കോർ സബ്ജക്ട്സ് ഉള്ള എക്സാം ആണ്, സിലബസ് ആണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 2025-26 കാലയളവിൽ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ബിടെക് കംപ്ലീറ്റ് ചെയ്ത, നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരും 2025 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ഗവൺമെന്റ് സെക്ടറിൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ മെക്കാനിക്കലിന്റെ സിലബസിന്റെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വന്നിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ 3 ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ശരിയാണല്ലോ. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. അവിടെ ഓൾറെഡി അതിന്റെ എക്സാം ഡേറ്റ് വന്നു. കൺഫർമേഷന് ശേഷം നമ്പറൊക്കെ എത്ര കൺഫർമേഷൻ ഉണ്ട്, എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 18/8/2025 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നീടുള്ള 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കുള്ളതാണ്. അത് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അഗ്രോ ഡിപ്പാർട്ട്മെന്റ്, അഗ്രോ ഇൻഡസ്ട്രീസ് ആണ്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ്. പക്ഷേ കൺഫർമേഷനും എക്സാം ഡേറ്റും പബ്ലിഷ് ആയിട്ടില്ല. ഏകദേശം നവംബറോട് കൂടി എക്സാം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയതായിട്ട് കണ്ടതാണ് നമ്മൾ. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം ഏകദേശം നമ്മൾ ജനുവരിക്ക് ശേഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 4 എക്സാം ആണ് പ്രധാനമായിട്ട് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആസ്പിരൻസിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ സ്റ്റേറ്റിന്റെ PSC എക്സാംസിനെ കുറിച്ചാണ് പറഞ്ഞത്. കൂടാതെ നമുക്കറിയാം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യത തരുന്ന, കൂടുതൽ വേക്കൻസിയോടുകൂടി വിളിക്കാറുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട്. RRBയും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡും അതുകൊണ്ട് തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഉൾപ്പെടെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് വരുന്നുണ്ട്. അതിൽ RRBയുടെ ഭാഗത്ത് നിന്ന് 2 എക്സാം ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ALP ആൻഡ് അനദർ വൺ ഈസ് ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഈ രണ്ടും റെയിൽവേയുടെയാണ്. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമും ഈ വരുന്ന 2026 ജൂണിന് മുമ്പേ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തതാണ്. നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങുന്ന, ഇപ്പം ഒരു വ്യക്തി എനിക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന മനോഭാവത്തോടു കൂടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ സിലബസ് അറിയാം. അതായത് 8 മൊഡ്യൂളുള്ള നമ്മുടെ കോർ സബ്ജക്ട്സ് മാത്രമുള്ള മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറി, അങ്ങനെ തുടങ്ങിയ 8 മൊഡ്യൂൾസ് ഉള്ള കോർ സബ്ജക്ട്സ് അടങ്ങുന്ന സിലബസ് നമുക്കിപ്പോൾ അറിയാം. ഇത് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രിലിമിനറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സിലബസ് കണ്ട ഒരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. ഇതിന് ശേഷം എക്സാംസ് വരുന്നുണ്ട്. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കോർ മെക്കാനിക്കലിന്റെ ബേസ് ഉള്ള എക്സാംസ് പറയുകയാണെങ്കിൽ RRB ALPയും അതുകൊണ്ട് തന്നെ RRB JEയും SSC JEയുമാണ് എക്സാംസ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ആ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാമും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 CBTയിലാണ് എക്സാം നടക്കുന്നത്. 2 ടയർ ഉണ്ട്, അല്ലെങ്കിൽ 2 പേപ്പർ ഉണ്ട്. ഓക്കെ, ഒന്ന് CBT1ഉം ഒന്ന് CBT2ഉം. ഇപ്പൊ തന്നെ RRB JEയെ കുറിച്ച് പറയുകയാണെങ്കിൽ RRB JEക്ക് CBT1 CBT2 ഉണ്ട്. RRB ALPക്കും CBT1 CBT2 ഉണ്ട്. അപ്പം ഇപ്പൊ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ CBT1ന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ CBT1 നമ്മൾ മാറ്റി നിർത്തണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന
പറ്റുന്ന രീതിയിലാണ്. കാരണം ഇന്ന എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള എന്നുള്ള രീതിയിലല്ല, മൊത്തത്തിൽ ആർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ സിലബസ് നോക്കുമ്പോൾ കാണാൻ പറ്റും. മാത്തമാറ്റിക്സ് ഉണ്ട് അതിനകത്ത്, കൂടാതെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ദെൻ ജനറൽ സയൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതടങ്ങുന്നതാണ് CBT 1ന്റെ സിലബസ്. ഇവിടെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പം CBT 1ന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും. കാരണം എങ്കിലേ അത് പ്രിപ്പയർ ആയി ആ എക്സാം എഴുതിയതിന് ശേഷം അതിനകത്ത് ക്വാളിഫൈ ആയാൽ മാത്രമേ നമുക്ക് CBT 2ലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് ALP യെ കുറിച്ചാണ്. ഓക്കെ, അങ്ങനെ CBT 2ൽ എത്തുമ്പോഴാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് വരുന്നത്. നമുക്ക് ഇപ്പോഴും നോക്കുമ്പോഴും മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇങ്ങനെ വെച്ച് ഉള്ള CBT 2 എക്സാം ആണ് ALPക്ക് ഉള്ളത്. എന്നാൽ ജൂനിയർ എഞ്ചിനീയർ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ സിലബസിനോട് ഒത്തിണങ്ങി വരുന്ന ഒരു സിലബസ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിലും ഉണ്ട് CBT 2ൽ. CBT 1ൽ ഈ പറയുന്ന കൂട്ട് കോമൺ ആണ്. CBT 1 നമുക്കറിയാം, ജെയ്ക്ക് CBT 1 CBT 2 ഉണ്ട്. CBT 1 100 മാർക്കിന്റെ ആണ്, CBT 2 150 മാർക്കിന്റെ ആണ്. ഈ CBT 1ലുള്ള സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് ആണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനലോഗീസ് ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ്, സിലോഗിസം, ഡയറക്ഷൻസ്, ബ്ലഡ് റിലേഷൻസ്, ബാങ്കിങ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസൺ, ഇങ്ങനെ അടങ്ങുന്ന ഫസ്റ്റ് ജനറൽ ഇന്റലിജൻസ് ആണ്. പിന്നീട് മാത്തമാറ്റിക്സ് ആണ്, നമ്മൾ പറഞ്ഞ ആൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി അടങ്ങുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു സിലബസ് ആണ്. പിന്നീടുള്ളത് CBT 1ലെ ജനറൽ അവയർനെസ്സിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അതിനകത്ത് വരും, ഇന്ത്യൻ പൊളിറ്റി വരും, ഹിസ്റ്ററി വരും, അങ്ങനെ സയൻസ്, സ്പോർട്സ്, ടെക്നോളജി അടങ്ങിയ ഒരു സിലബസ്. പിന്നീട് ജനറൽ സയൻസ് വിച്ച് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഇങ്ങനെയാണ് CBT 1ന്റെ സിലബസ്, ജൂനിയർ എഞ്ചിനീയർ RRB. എന്നാൽ CBT 2ൽ എത്തുമ്പോഴാണ് നമ്മുടെ മെക്കാനിക്കലിന്റെ കോർ സബ്ജക്ട്സ് എത്തുന്നത്. കാരണം CBT 2 RRBയുടെ ജെയുടെ CBT 2 എന്ന് പറയുന്നത് 150 മാർക്കിന്റെ പേപ്പറാണ്. അതിനകത്ത് 100 മാർക്ക് പക്ക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ സിലബസ് ആണോ കവർ ചെയ്യേണ്ടത് ആ സിലബസിലെ എല്ലാ ടോപ്പിക്കും ഈ പറയുന്ന CBT 2ൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഉണ്ട് എന്നതാണ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ CBT 2ന്റെ സിലബസ് സെക്ഷൻസ് ആയിട്ടാണ്. ഈ വരെയുള്ള സെക്ഷൻസ് ആണ്. സെക്ഷൻ A എന്ന് പറയുന്നത് പക്ക ടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണ്. അവിടെയാണ് നമുക്ക് ഇതേ സിലബസ് കാണാൻ പറ്റുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ അതേ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് മെഷീനറി, ദെൻ തിയറി ഓഫ് മെഷീൻസ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാം ഉൾപ്പെടുന്ന 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത് CBT 2ൽ. CBT 2ൽ ഇത് മാത്രമല്ല 50 മാർക്ക് വേറെ നമ്മൾ CBT 1ന്റെ കുറച്ച് ഭാഗം കൂടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെയും ഈ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നീട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ വരുന്നുണ്ട്, ജനറൽ അവയർനെസ്. ഇത് 50 മാർക്കിനേ ഉള്ളൂ. 100 മാർക്ക് CBT 2 നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്സ് ആണ്. SSCയിൽ വരുമ്പോഴും ഇതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. 2 പേപ്പർ ഉണ്ട്. SSCയുടെ സിലബസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 പേപ്പർ ഉണ്ട്. ഒന്നാമത്തെ പേപ്പർ 200 മാർക്കിനും രണ്ടാമത്തെ പേപ്പർ 300 മാർക്കിനുമാണ്. ഈ 300 മാർക്കിന്റെ രണ്ടാമത്തെ പേപ്പർ CBT 2 എന്ന് പറയുന്നത് പക്ക ഫുൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്ട്സ് ആണ്. അവിടെ പ്രത്യേകത 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് എന്നുള്ളതാണ്. അവിടെയും നമ്മുടെ പേപ്പർ 1ന്റെ സിലബസ് മുമ്പേ പറഞ്ഞു കൂട്ട് തന്നെ RRB ജെയുടെ അതേ ഈ പറയുന്ന റീസണിങ്, ജനറൽ ഇന്റലിജൻസ്, ദെൻ ജനറൽ അവയർനെസ്, ജനറൽ എഞ്ചിനീയറിംഗ് അതൊക്കെ ചേർന്നതാണ്. എന്നാൽ ഈ പറയുന്ന പേപ്പർ 2ൽ എത്തുമ്പോൾ ഏതാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ബ്രാഞ്ച്, അതിപ്പം പാർട്ട് എയിൽ ചിലപ്പോൾ സിവിൽ ആൻഡ് സ്ട്രക്ചർ ആവാം, ചിലപ്പോൾ പാർട്ട് ബിയിൽ ഇലക്ട്രിക്കൽ ആവാം, പാർട്ട് സിയിൽ മെക്കാനിക്കൽ ആണെങ്കിൽ ആ മെക്കാനിക്കലിന്റെ കോർ സബ്ജക്ട്സ് മാത്രമാണ് സിലബസിലുള്ളത്. ആ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞ മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, തെർമോഡൈനാമിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ടെക്നോളജി, മെറ്റലർജിക്കൽ മെറ്റീരിയൽ സയൻസ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് അവിടെയും കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക്, നന്നായിട്ട് സിലബസ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്
സ്വാഭാവികമായിട്ടും ഇപ്പോൾ പഠിച്ചാൽ ഒരു 6-7 മാസത്തേക്ക് വരുന്ന എക്സാംസിന്റെ എല്ലാ സിലബസും കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു എക്സാമിന് വേണ്ടി പഠിച്ചാൽ നമുക്ക് 3-ൽ കൂടുതൽ എക്സാമിന് വേണ്ടി കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിലബസ് ഓവറോൾ വ്യൂ കിട്ടും എന്നുള്ളതാണ് കറക്റ്റ് കാര്യം. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇന്റഗ്രേഷൻ ആണ്. ഈസി ആയിട്ട് സിലബസ് തീർക്കുകയാണെങ്കിൽ ഒരു കോഴ്സ് ഇപ്പം നമ്മൾ ഏണസ്റ്റ് അക്കാദമിയുടെ ഇപ്പം ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ കോഴ്സ് ഉണ്ട്. ഒറ്റ കോഴ്സ് കൊണ്ട് 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ് വരുന്നത്. ഒറ്റ കോഴ്സ് കൊണ്ട് 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ടുള്ള പ്രയോജനം അവിടെ എല്ലാ സബ്ജക്ട്സും കിട്ടുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ജൂനിയർ എക്സാംസ് RRB ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ അതിന് വേണ്ട എക്സാംസിന്റെ സിലബസും കൂടി കവർ ആകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഇത് 3ഉം ഒരുമിച്ച് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഒരു 6-7 മാസം കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് അടിത്തറ വരുന്ന രീതിയിൽ വീണ്ടും സിലബസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്റഗ്രേഷൻ കൊണ്ട് ഈ പറയുന്ന 3 എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ, RRB, JE, SSC, JE, ഈ 3 എക്സാം ആണ് നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടത്. കാരണം ഇത് 3 എന്ന് പറയുന്നത് പക്ക എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള മത്സരമാണ്. ഓക്കെ, അപ്പോൾ ആ എഞ്ചിനീയറിംഗ് പോസ്റ്റ് അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മെക്കാനിക്കലിന്റെ കോർ സബ്ജക്ട്സ് തന്നെ അവിടെ വരണം. ഈ സിലബസ്, ഇതിന്റെ 3ന്റെയും സിലബസ് നോക്കിയാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. എന്നാൽ RRB JEയിലും SSC JEയിലും CBT 1 അല്ലെങ്കിൽ പേപ്പർ 1 എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി ഉണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് പാറ്റേൺ ഓഫ് സിലബസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഏണസ്റ്റ് അക്കാദമി നിങ്ങൾക്കായിട്ട് പുതിയ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ശ്രമത്തിൽ 3 പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന രീതിയിലാണ് നമ്മൾ എക്സാംസ് കാണുന്നത്. അപ്പോൾ ആ എക്സാംസിന് വേണ്ടി അതെങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോഴ്സിന്റെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഈ പറയുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. പിന്നീട് മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മുടെ മെന്റർഷിപ്പ്, നമ്മുടെ ഓൾറെഡി റാങ്ക് ഹോൾഡേഴ്സ്, നമുക്ക് ഈ പറയുന്ന മുൻപുള്ള പല എക്സാംസും ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികൾ നൽകുന്ന മെന്റർഷിപ്പ് ഉണ്ട്. ഇത് 3ഉം കൂടി ചേർത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ അറിയാം, പുതിയതായിട്ട് വന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിലേക്കുള്ള കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. കൂടാതെ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ മെന്റർഷിപ്പ്, നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം RRB SSC എക്സാമിന് തയ്യാറെടുക്കാൻ വേണ്ടി ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പിൽ, ഞാൻ പറഞ്ഞല്ലോ 2026 ജൂണിന് മുൻപ് എക്സാം എത്തുന്ന രീതിയിലാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും ആ 1 വർഷ കാലയളവിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ സിലബസ് CBT 1 CBT 2 ക്രാക്ക് ചെയ്യാൻ അല്ലെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സസും, കൂടാതെ നമ്മൾ ഈ പറയുന്ന മെന്റർഷിപ്പ്, ഒരു വ്യക്തിയെ തന്നെ നമ്മൾ അദ്ദേഹത്തെ മൊത്തത്തിൽ കേന്ദ്രീകരിച്ച് എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നമ്മളോട് ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ്.